എന്താ സീസൺ കഴിഞ്ഞ് തേനീച്ച കൃഷിക്കാരന് കിട്ടുന്നൊരു ബോണസ്. ഒന്നും അറിയാതെ കയ്യിൽ ചെറിയ പൈസ തരുന്ന മണിയത്. നല്ല വിലയുള്ള സാധനമാണ്. മഴക്കാലത്തിന് മുന്നോടിയായി നമ്മൾ എല്ലാ പെട്ടിയിലും സൂപ്പർ ഒറ്റ സൂപ്പറാക്കി. ഇനി ഈ സൂപ്പറിൻ്റെ അകത്തുള്ള അട മുഴുക്ക ചെത്തി മാറ്റി ചിരട്ട വെച്ച് പഞ്ചസാര ഒഴിക്കേണ്ട സമയമായി. എനിക്ക് ഈച്ച ഉണ്ടോ? ഇതൊക്കെ തേങ്ങിട്ടാൽ നല്ല സൂപ്പർ ഈച്ചകളാണ്. ചില സീസൺ മാസം ആക്കിയില്ലേ. ഇനി ഒട്ടൊന്നുമില്ല, അങ്ങനെ ഉണക്കി ഉണ്ടോ? വെള്ളി തേനില്ല. അടി ഉണങ്ങുന്നതിന് മുമ്പ് പഞ്ചസാര ഇടത്തില്ലെങ്കിൽ മുട്ടയിടില്ല, കരിഞ്ഞു പോകും, അട കരിഞ്ഞു പോകും. അപ്പം അതിന് മുമ്പ് തീരെ അട കാലിയാവുന്നതിന് മുമ്പ് തീറ്റ കൊടുക്കണം. ഒട്ടും മാറ്റിക്കളയണം. എല്ലാം തേന ഉണ്ടോ? ഉണ്ടല്ലേ. ഇതെല്ലാം നമുക്ക് ഇടിച്ച് എടുക്കാവേ, കറക്കാൻ കഴിയില്ല. ഇപ്പം ചെത്തി എടുക്കുക, ഇതിൻ്റെ അകത്ത് വയ്ക്കുക, നടുക്കുക. ഉണ്ടോ? കിട്ടിയില്ലേ? ഇനി അതിന് കമ്പ് ഇടണ്ട, നമ്മൾ മെഴുക് തേച്ചതായതുകൊണ്ട് അതൊക്കെ തന്നെ കയറി പോകുന്നുള്ളൂ. ഇനി ഇവനും മൂടി വയ്ക്കുക. 2 ദിവസം കഴിഞ്ഞ് പഞ്ചസാര ഒഴിച്ച് കൊടുക്കുക. ഓക്കെ. നമ്മൾ ഇതിനകത്ത് അടി സൂപ്പറിലെ എല്ലാ ഫീലിംഗ് ചെത്തിയെടുത്തു. ഇനി ചെത്ത വെച്ച് പഞ്ചസാര ഒഴിച്ചാൽ മതി. കുറച്ച് തേനിൻ്റെ അംശങ്ങളുള്ളതുകൊണ്ടാണ് ഇമാരി ഇതിനകത്തേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നത്. കുറച്ചെല്ലാം ഉണ്ട്, അതൊക്കെ തിരിച്ചെടുത്താൽ മതി വീട്ടിൽ പോയിട്ട്. എവിടെയെങ്കിലും തൊള്ളി തേനുണ്ടോ എന്നുള്ള തേനീച്ചയുടെ അന്വേഷണം വന്നു. ഏതിലെങ്കിലും തുള്ളി ഉണ്ടെങ്കിൽ അത് എന്നുള്ളതാണ് തേനീച്ചകളുടെ ഒരു നല്ല ഫുൾ മെഴുക്. ചാക്കിൽ മെഴുക് എല്ലാം ഇനി ഉരുക്കണം. തേനെടുക്കുമ്പോൾ വരുന്ന ചെത്തുന്ന വേസ്റ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളായ ഇതെല്ലാം ഇനി ഇടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടണം. ഇത് 4 സൈറ്റിൻ്റെ മെഴുകാന്ന് ആലോചിക്കണം. അത് ഇന്ന മെഴുകുന്നല്ലേ, 4 സൈറ്റ് മാത്രം. ഇത് ഇങ്ങനെ ഇടിച്ച് ചാലിക്കണം. പ്രാകൽ ചെത്തി ഉരുക്കുന്നതല്ല. ഇതെന്തോ കുറേ ഉരിക്കാലേ ഉണ്ടാവുള്ളൂ, മറ്റത്ര കിട്ടില്ല. ഇതൊരു ചാക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ഉരുക്കണം, എന്നാൽ നമുക്ക് ഒരു പാത്രം മെഴുക് കിട്ടും. ഇനി ആകപ്പാട് ഇത് കൂടെ 2 കപ്പ് വെള്ളം ഒഴിക്കുള്ളൂ, ബാക്കി മുഴുക്ക മെഴുക് ഉരുകുന്നതായിരിക്കും. ഇതെല്ലാം തിളച്ച് പതഞ്ഞ്
വളരെ ശ്രദ്ധിക്കുന്ന സാധനം. ഒരു തൊള്ളി എവിടെയും മേക്ക് തെറിച്ചു കഴിഞ്ഞാൽ അത് അവിടെ മുഴുക്ക എടുത്തുകൊണ്ട് പോകും. തെറിച്ചതിൻ്റെ ഒരു അടയാളം നമുക്ക് പിന്നെ കാണിച്ചു തരാം. ഇത് നല്ല ഫുള്ള് നിറഞ്ഞു. ഇനി ഇത് ഒന്നോടെ തീ കൂട്ടിക്കഴിഞ്ഞാൽ തിളച്ച് കവിഞ്ഞ് പറഞ്ഞു പോകും. അതുകൊണ്ട് അതിന് മുമ്പ് വാങ്ങണം. ഇതിൻ്റെ ചാക്കിലേക്ക് തെറിക്കാണ്ട് ഒഴിക്കണം, മെല്ലെ ഒഴിക്കണം. അത് തെറിച്ചാൽ ഒന്നും പറയണ്ട, പിന്നെ അവിടെ പോയി ഇത്ര അടുപ്പിക്കണ്ടട്ടാ, തെറിക്കും. അത്ര ചാത്തിയിട്ട് തീർച്ചയായിക്കോ അല്ലേ കഴിക്കാം. ഇല്ല തെറിക്കില്ല. മറ്റേതേ ഇത് നിസ്സാര കളിയല്ലേ ഈ സാധനം. ഇത് ഒറിജിനൽ തേനിൻ്റെ അടുത്തുള്ള ക്വാളിറ്റിയുള്ള സാധനമായി ഈ വീഴുന്നത്. അടിച്ചു പിടിക്കണ്ട, തണുത്തിട്ടൊന്നുമില്ല ഇത്. ഇത് നാളെ നേരം വെളുക്കുമ്പോൾ നല്ല അടിപൊളി കട്ടയായിട്ട് മാറും അടിയിൽ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, കമ്പുങ്ങാനൊന്നും തെഞ്ഞു വന്നാണ്ടല്ലോ, ആ വിഷം പുള്ളി പണിയായി. പഴുക്കല്ലേ, മെഴുകല്ലേ. നേരത്തെ മെഴുക, നല്ല തെളിഞ്ഞ മെഴുക ഉണ്ടോ. സൂപ്പർ മെഴുകിരിക്കുന്നു. എന്താ മെഴുക, ഹായ് എന്താ ഷോയല്ലേ. ഇനി ഇന്നലത്തെ ആ മെഴുക്കട്ട ഈ കട്ടം കൂടെ ഒന്നിച്ച് നമ്മൾ വിൽക്കും. അന്നേരം ഈ കട്ടയെല്ലാം കൂടെ മാറിപ്പോകും. ഇത് ഇച്ചിരി വേസ്റ്റ് വരും ഇതിൻ്റെ അടിയിൽ. ഇത് നമ്മൾ വടിച്ച് കളയും, കഴുകിയെടുത്തായി. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഈച്ച മുഴുക്ക വന്നതേ കയറും കേട്ടോ. ഫുള്ള് ഒരു വറ്റിച്ച് കുടിക്കും ഈ വെള്ളമെല്ലാം. കട്ട. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ഒന്നിച്ച ഉരുക്കും. അപ്പം ഒരു ബ്ലോക്ക് ആവും. ഓക്കെ, എന്താ സീസൺ കഴിഞ്ഞ് തേനീച്ച കൃഷിക്കാരന് കിട്ടുന്നൊരു ബോണസ്. ഒന്നും അറിയാൻ കയ്യിൽ ചെറിയ പൈസ തരണം മതിയായിരുന്നു. നല്ല വിലയുള്ള സാധനമാണ്. ഓരോന്നോരോന്ന് ഒരുക്കി ഓരോരോ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്.